വചനം മാംസമായെന്നാണ് ഓരോ ദിവസവും 3 നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസ്തന്ത്യാജപത്തിൽ. ക്രിസ്മസ് ആദിയിലെ വചനം മാംസമായ കഥയാണ്. പല രീതിയിൽ അതിനെ നമുക്ക് കാണാൻ പറ്റും. വചനത്തെ ഒരു കൺസെപ്റ്റ് എന്ന നിലയിൽ എടുത്താന്നല്ല, ഒരാശയം ജീവിതമായി മാറി എന്ന് പറയുന്നതും വചനം മാംസമായി മാറി എന്ന് പറയുന്നതും തമ്മിൽ വേണമെങ്കിൽ ഒന്ന് ചേർത്ത് വായിക്കാവുന്നേ ഉള്ളൂ. ഒത്തിരി ആശയങ്ങളുള്ള മനുഷ്യരാണ് നമ്മൾ. പക്ഷേ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നിരന്തരം ആശയങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബെനിഫിറ്റ് അതിനുണ്ട്. നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോയാലും കുട്ടികളെ സൺഡേ സ്കൂളിൽ വിട്ടാലും ഒക്കെ ഇങ്ങനെ ക്ഷമയെക്കുറിച്ചും കരുണയെക്കുറിച്ചും ഒക്കെ ഉള്ള പാഠങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് നമ്മൾ ജീവിക്കുന്ന ജീവിതവും നമ്മൾ കേട്ട ആശയങ്ങളും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങളും തമ്മിലുള്ള അകലം, ആ ദൂരം, ഒരു മധ്യവയസ്സിലെത്തുമ്പോൾ എന്നെ അലട്ടുന്നത് തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളും ഞാൻ ജീവിച്ച ജീവിതവും തമ്മിലുള്ള അകലം. അതിങ്ങനെ പൊരുത്തപ്പെടാതെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഹൃദയഭാരം, തലകുനിക്കേണ്ടി വരുന്ന പിഴവുകൾ, ക്ഷമയെക്കുറിച്ചൊക്കെ നമ്മൾ എന്തുമാത്രം കേട്ടുക, എന്നിട്ടും ഒരു ചെറിയ കുസൃതി കാണിച്ച കുഞ്ഞിനോട് പോലും നമുക്ക് ക്ഷമിക്കാനായിട്ട് പറ്റുന്നില്ല. പരസ്പരം വിട്ടുകൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൗഹൃദത്തിൽ, ഒരു കുടുംബത്തിൽ ഒരിത്തിരി സ്വത്തിൻ്റെയൊക്കെ ഭാഗം വെക്കൽ നടക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇങ്ങനെ പാഴായിപ്പോകുന്ന വാക്ക് വലിയൊരു അപരാധം തന്നെ. ഇങ്ങനെ വേദപുസ്തകമൊക്കെ പറയുന്ന കണക്ക് ഇങ്ങനെ കൂടുതൽ നൽകപ്പെട്ടവരിൽ നിന്ന് കൂടുതൽ ആഗ്രഹിക്കപ്പെടും. പക്ഷേ ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലായിരുന്നെങ്കിൽ, ഇത്തരം കാര്യങ്ങൾക്കകത്തൊരു പ്രകാശം ഇനിഷ്യേഷൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഒരു ഇതിനകത്തുള്ളൊരു നിരുന്മേഷതയോ പാളിച്ചകളോ ഒക്കെ നീതീകരിക്കപ്പെട്ടേനെ. ഇത് നമുക്ക് ആവശ്യത്തിലേറെ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലജ്ജാഭാരം കഠിനമാകുന്നു. ഒരാളെയും കുറിച്ചല്ല പറയുന്നത്, അവനവനെ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു വീണ്ടും വിചാരമില്ല. വാൻ ഗോഗ് എന്ന് പറയുന്ന ചിത്രകാരനെ കുറിച്ച് പറയുന്ന അനുഭവം കണക്കായത്. അയാളിങ്ങനെ ഒരു ചിത്രം വരച്ചതിനൊക്കെ ശേഷം കൈത്തോക്കെടുത്ത് ആത്മഹത്യ ചെയ്താണ് കടന്നു പോകുന്നത്. എന്തുകൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിന് കുറച്ച് ദിവസം ഹോസ്പിറ്റലുണ്ടായിരുന്നു ഈ ഒരു ശ്രമത്തിന് ശേഷം, അയാൾ എന്തിനായി കടുങ്കൈ ചെയ്യുന്നു ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യം അതെങ്ങനെയായിരുന്നു, എൻ്റെ സ്വപ്നത്തിലെ ചിത്രത്തെ എനിക്ക് വരക്കാൻ പറ്റിയിട്ടില്ല. ഈ ഉള്ളിലെ ചിത്രങ്ങളെ വരക്കാനായിട്ട് പറ്റുന്നില്ല. അത് ഒരു വ്യാകുലമാണ്. ഉള്ളിലെ രാഗം പാടാൻ പറ്റാതെ പോവുക, ഉള്ളിലെ ഒരു കൺസെപ്റ്റ് എഴുതാൻ പറ്റാതെ പോകാനൊക്കെ ഉള്ളതിന് നമ്മൾ വിളിക്കുന്ന വാക്ക് സർഗവേദന എന്നാണ് പറയുന്നത്. സർഗവേദന ഈ ക്രിയേറ്റിവിറ്റിയുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദമായിട്ട് എടുക്കേണ്ട, അതൊരു ലേമൻ വേർഡാണ്. എല്ലാ മനുഷ്യരും അത്തരം ഒരു സർഗവേദനയിലൂടെ കടന്നു പോകേണ്ട ബാധ്യതയുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ വാക്കിനും ജീവിതത്തിനും ഇടയിൽ ഇത്രയും അകലമുണ്ടാകുന്നു? വാക്കിനും ജീവിതത്തിനും ഇടയിലുള്ള അകലം നമ്മളെ അവൻ്റെ എതിർസാക്ഷ്യം പോലും ആക്കി മാറ്റുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ?